നിനക്ക് ലൈസൻസ് ഒക്കെ ഉണ്ടോടാവേ? ഉണ്ട് ചോദിച്ചാ. നിന്റെ ഈ ഫോണില്ലെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. ഞാൻ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്നൊരു ഫോൺ ഇരിപ്പുണ്ട് അവിടെ. അത് ഈ തോണ്ടുന്നതല്ല, ഞെക്കുന്നതാ. നിനക്ക് വേണോ? ബേബിച്ചാ എനിക്ക് ഫോൺ തരുവാണെങ്കിൽ ഐഫോൺ തന്നാ മതി. അതെന്നടാവേ, നിനക്ക് എപ്പോഴും ഈ ഫോണിൽ തന്നെ ഒരു കണ്ണ്? അത് ബേബിച്ചാൻ്റെ കയ്യിലിരിക്കേണ്ട ഫോണല്ല. പിന്നെ ആരുടെ കയ്യിരിക്കേണ്ട ഫോണാ? അതൊരു വലിയ കഥയാണ് ബേബിച്ചായ. എന്നെ ബേബിച്ചാൻ്റെ അടുത്ത് എത്തിച്ച കഥ. ആ കഥയല്ലേടാവേ, നീ പറഞ്ഞോ, ഞാൻ കേട്ടോണ്ടിരിക്കാം. വാടക ഗുണ്ട. എടാ വാടക ഗുണ്ടെന്ന് എഴുതാനുള്ള വിദ്യാഭ്യാസം ഉണ്ടോടാ നിനക്കൊക്കെ? ചുമ്മാ തള്ളിക്കയറി അങ്ങ് ചെന്നേക്കുവാ. നിന്നോടല്ല, എനിക്ക് മറ്റവനോടാ ചോദിക്കണ്ടത്. ആരെ? ആ 4 അടി പൊക്കമുള്ളവനില്ലേ, ആ ധർമ്മക്കാരൻ. ബേബി സാറാണല്ലോ. ഹലോ ബേബി സാറേ. കഴിവേറാത്ത മോനെ, കണ്ടവരൊക്കെ കട്ടത് പൊട്ടിച്ചോനടാ നീ എനിക്ക് വെക്കുന്നേ. അത് പിന്നെ നീ മിണ്ടണ്ടടാ, നീ എന്റെ കൈ കിട്ടടാ, കാണിച്ചു തരാം. നിന്നെ 4 അടി വെട്ടി കുറച്ച് 2 അടി ആക്കി തരടാ. വെക്കടാ ഫോൺ. അല്ല ബേബി. വാടക ഗുണ്ട. ഒരു കോഴിയെ കൊല്ലാൻ പോലും ധൈര്യമില്ലാത്ത നീയൊക്കെ എങ്ങനെയാടാ പോയി വാടക ഗുണ്ടാകുന്നത്? എടാ ആ കൊച്ചു നിന്നോട് കാണിച്ച ആത്മാർത്ഥ പോലും നിനക്കില്ലല്ലോടാവൂ. ഒന്നുമില്ലെങ്കിൽ അവള് നിന്നെ കെട്ടി വലിച്ച് ആശുപത്രി കൊണ്ടുപോയില്ലയോ? എന്നാ എന്തിനാ നിന്നെ കൊണ്ട് ആ കൊച്ചാ സാറിനെ തല്ലിക്കുന്നത് നീ ചോദിച്ചിട്ടുണ്ടോ ഇതുവരെ? ശരിയാ, ഞാനത് ചോദിക്കാൻ മറന്നു. അത് ചോദിക്കണം. അതിനകത്ത് ആൾതാമസം വേണം കേട്ടോ. രാവേ, ഒരു ചാക്കും കൂടെ എടുത്തോണ്ട് പോടാ. ഇതാ ഇവിടത്തെ പണി. കുറച്ച് അധ്വാനമുള്ള പണിയാ. ഐശ്വര്യമായിട്ട് അവന്റെ തലയിലോട്ട് വെച്ചു കൊടുക്കും. അങ്ങോട്ട് വെക്കടാ. മോളിപ്പോ എന്താ ഓടുകയും ചാടുകയൊന്നും ചെയ്യാത്തെ? മമ്മി വഴക്ക് പറയുന്നോണ്ടാണോ? ആണോ? ഞാനിനി സ്കൂളിൽ ലോങ് ജമ്പ് മത്സരിക്കാനില്ല. ഡേവിഡ് സാർ ഉള്ളപ്പോൾ ചാടാൻ എനിക്ക് പേടിയാ. മോൾ എന്തിനാ പേടിക്കുന്നേ? ഇപ്രാവശ്യം സ്പോർട്സ് കാണാൻ മമ്മിയും വരാം. ഡേവിഡ് സാർ ഫൗള് വിളിച്ചാ ഞാൻ ചോദിച്ചോളാട്ടോ. എന്നെ ഏഞ്ചലിന്റെ അടുത്ത് കൊണ്ടുപോവാൻ പപ്പ ഇനി വരുവോ? പപ്പ എന്തായാലും വരും. മോളുടെ പപ്പ എന്നും മോളുടെ പപ്പയല്ലേ. ഇനിയിപ്പൊ പപ്പ വന്നില്ലെങ്കിലും കക്കാടം മലയും ഏഞ്ചലും ഒക്കെ അവിടെ തന്നെ ഉണ്ടാവുമല്ലോ. മമ്മി മോളെ കൊണ്ടുപോവാ ഒരു ദിവസം. മോൾ ഉറങ്ങിക്കോട്ടോ. എന്താണാവോ സാറ് നേരത്തെ ഇങ്ങ് പോന്നേ? പണി കഴിഞ്ഞ് നേരത്തെ ഇങ്ങ് പോന്നു. അതെന്താ പണി കഴിഞ്ഞ് നീ നേരത്തെ ഇങ്ങോട്ട് പോന്നത്? സാധാരണ പണി കഴിഞ്ഞ് നീ നേരെ ആശുപത്രിയിലോട്ടല്ലയോ പോണത്? ഞാൻ പെരുങ്കുടി ബേബി എന്ന് പറഞ്ഞ സാറിൻ്റെ അടുത്ത് ഡ്രൈവറായിട്ട് ജോലിക്ക് കയറി. ഓ അയ്യോ, എന്താ അമ്മയ്ക്ക് വയ്യേ? ആ നിന്റെ തലവെട്ടം കണ്ടപ്പോഴേ എനിക്ക് വയ്യാണ്ടായതാ. അമ്മ ഇനി ജോലിക്ക് പോണ്ട. എടാ പണിക്ക് പോകണ്ടെന്ന് പറഞ്ഞാ? പോണ്ടെന്ന് പറഞ്ഞാ പോണ്ട, ഞാൻ നോക്കിക്കോളാം. ഗിരീശൻ എന്ന സാറിന്റെയും തല്ലുകൊണ്ട ദോഷം. ഞാൻ ഇറങ്ങി ഓടിയപ്പോ നീ എന്റെ പുറകെ ഓടിയില്ല. അന്ന് ഞാൻ മനസ്സിലാക്കി നീ എനിക്ക് പറ്റിയ ആളാണ്. മേലിറങ്ങാതെ എങ്ങനെ പണിയെടുക്കണമെന്ന് ഈ ആംബ്രോസ് അച്ചായൻ നിനക്ക് പഠിപ്പിച്ചു തരും. നമുക്കൊരു ഹലോ വിളിച്ചാ? ഇല്ല, വിളിച്ചില്ല. അതെ, ഞാൻ വരുവാ. ആപ്പീസർ രാവിലെ ആപ്പീസിലോട്ട് പോവായിരിക്കും. നീ എങ്ങോട്ടാടാ രാവിലെ? നീ പണിക്ക് പോവാൻ തുടങ്ങിയെന്നും പറഞ്ഞു എനിക്ക് പണിയെടുക്കാതെ ജീവിക്കാതിരിക്കാൻ പറ്റുമോ? നീ പോയാലും ഈ ആംബ്രോസ് അന്തസ്സായി ആളെ പറ്റിച്ച് ജീവിക്കും. നീ ഇല്ലെങ്കിൽ നിന്റെ കുടുംബത്തിൽ നിന്ന് വേറൊന്ന്. നീ ചെവിയെ നുള്ളിക്കൂടെ കാല് വരി. ശരത്താ, എന്താണ് മീശ? ചേട്ടാ 140 കുറഞ്ഞ പൈന്റ് 3 പിന്നെ ആഘോഷം 1 ലിറ്റർ, ലൂസിഫർ 1 ഫുള്ള്, മെൻഷൻ ബംഗ്ലാവ് 1 ലിറ്റർ, പിന്നെ 4 പൊന്മാമ്പിയർ. ബാലൻസ് കൊടുത്തോ? ഇത്രയും പെട്ടെന്ന് റെഡിയാ. താങ്ക് യു. ചേട്ടാ ഒരു പൈൻ്റെ എടുത്ത്
ഒരു ഫുള്ളൊന്നും ഇല്ലാട്ടെ 3 ക്വാർട്ടർ തരാം. എന്നാ ഒരു 1 2 10 രൂപ പിടിച്ചോ. നീ ബാക്കി കൈ വെച്ചോ. കണ്ടോടാ, ഉച്ചവരെ ആയപ്പോഴത്തേക്കും ചുമ്മാ ക്യൂ നിന്ന് സാധനം മേടിച്ചുണ്ടാക്കിയ കാശായത്. ഓ എന്റെ ദൈവമേ, ബാറുകൾ പൊടിച്ചെന്ന് അങ്ങേക്ക് സ്തുതി. ആംബ്രസേട്ടാ ഇപ്പൊ നിന്നപ്പോ 2.5 ലിറ്റർ അങ്ങനെ പറ്റുള്ളൂ. കൗണ്ടർ എത്തുന്നതിന് മുമ്പ് 1/2 ലിറ്ററിനുള്ള കാശായിട്ട് ആംബ്രസേട്ട് വരുന്നത് ഞാൻ വിചാരിച്ചു. ഇതൊന്നും അല്ല, വൈകിട്ട് 4 മണിയൊന്നും ആയിക്കോട്ടെ, ചാകരയായിരിക്കും ചാകര. നീ ശേഖം ശരി കൊട്ടിച്ചു വെച്ചേ. ഞങ്ങൾ ഒട്ടിച്ച് തന്നാ മതിയുടെ ആംബ്രോസേ. മാറ്റി പറഞ്ഞാ മതി. നീ എന്റെ ശിഷ്യൻ തന്നെ. അച്ചായോ, കാലത്ത് തൊടുപുഴ, വൈകിട്ട് കോട്ടയത്തെ മറ്റേ എസ്റ്റേഡിയിൽ. ഞാൻ ഒരു 6 മണിയാകുമ്പോൾ എത്താൻ രാവിലെ. ശരി, ഓക്കെ. ഡാവേ ആ ഇങ്ങി വാ. ഇന്നേ വരെ ബേബി ഒരാൾക്ക് ഒരു സാധനവും വെറുതെ കൊടുത്തിട്ടില്ല. അറിയാം. അതിൻ്റെ ഒരു കൊളുത്തി വലിയ നെഞ്ചതിനകത്തുണ്ടെന്ന് കൂട്ടിക്കോ. എന്നാലും സാരമില്ല ഡാവേ. ഇതാ ഈ ഫോൺ ആ കൊച്ചിന് കൊടുക്കാൻ വേണ്ടിയല്ലയോ നീ നന്നാവാൻ തീരുമാനിച്ചേ. കൊടുത്തേക്ക്. എന്നാ കൊണ്ടുപോയി കൊടുക്കടാവേ. ചെല്ലേ. നാളെ മുതൽ നീ പണിക്ക് വരുവടാവേ. അല്ല, നിന്റെ കാര്യം കഴിഞ്ഞല്ലോ. വരും ബേബിച്ച. ഇതിന്റെ കാശ് ഞാൻ പണിയെടുത്ത് വീട്ടുകയും ചെയ്യും. നോക്കിക്കോ. എന്നാ ഞാൻ നിനക്കൊരു 100 രൂപ കുറച്ച്. Write it down. Camel is known as the ship of the desert. Camel is known as the ship of the desert. It is the major mode of transportation in desert, especially in South Arabia. And listen here. Okay, let's continue. Common language is Arabic. സ്പൈഡർമാൻ. Riyadh is the capital of Saudi Arabia. The other major cities are Dammam, Jeddah. Okay, kids. That's all for today. Hope you have written it carefully. You'll be having a test next week. Arya, when is our next class? Ma'am, tomorrow 3rd hour. Tomorrow 3rd hour?